ഞാൻ ഇംഗ്ലണ്ടിൽ താമസിച്ചത് റഗ്ബിയിൽ നിന്ന് 7.5 കിലോമീറ്റർ മാറി ഹുണ്ടൻ എന്ന പട്ടണത്തിലാണ്. പട്ടണമല്ല, വീടുകളധികമുള്ള സ്ഥലം. റഗ്ബിയിലേക്ക് ബസ് 3/4 മണിക്കൂർ ഇടവിട്ട് വരും. ഒരു ട്രിപ്പിന് 2.5 പൗണ്ടാണ് എവിടെ നിന്ന് കയറിയാലും. അതുകൊണ്ട് ബസ്സിന് ഉള്ള യാത്ര മുതലാകില്ല. ഈ 7.5 കിലോമീറ്റർ നടന്നു പോകാൻ 1.5 മണിക്കൂർ വരും. ബസ്സിനാണെങ്കിൽ വെറും 10 മിനിറ്റ്. ഇത് റഗ്ബി റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. താല്പര്യമുള്ളവർ അത് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. വീട്ടിലെ ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. കേരളത്തിലെ സാധനങ്ങളും വിദേശത്തുള്ള എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല. വീട്ടിൽ പാകം ചെയ്യണത് നാട്ടിലെ അരിയും നാട്ടിലെ പൊടികളും ഉപയോഗിച്ചാണ്. നാട്ടിലെ എല്ലാ കമ്പനികളുടെ പൊടികളും ഇവിടെ കിട്ടുന്നുണ്ട്. അതിന് കേരള സ്റ്റോറുണ്ട്. അത് ഇംഗ്ലണ്ടിലെ എല്ലാ പട്ടണങ്ങളിലും ഉള്ളതായിട്ട് അറിയാം. മീൻ മേടിക്കാനും ഇറച്ചി മേടിക്കാനും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. സൂപ്പർ മാർക്കറ്റ് തന്നെ 5 എണ്ണം ഉണ്ട്. എന്നാലും ടെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ പോകാനാണ് ഇവിടുത്തുകാർക്ക് താല്പര്യം. അത് ബ്രിട്ടീഷുകാരുടെ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ബ്രിട്ടീഷുകാരുടെ മാംസങ്ങളും പാലും കിട്ടും. അതിനു പുറമെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വിദേശ മദ്യമല്ല, മദ്യങ്ങൾ കിട്ടും. ഇവിടെ വിദേശ മദ്യങ്ങളെന്നും പറയാം. ബ്രിട്ടനിലല്ലാത്ത മദ്യങ്ങൾ ഇവിടെയും കിട്ടുന്നുണ്ട്. കേരളത്തിലെ കിങ്ഫിഷർ ബിയറും വരെ ഇവിടെ കിട്ടുന്നുണ്ടതായിട്ട് അറിഞ്ഞു. ഇതാ ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ് ഇപ്പോൾ കടന്നു പോയത്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സിമെൻറ്റ് ഫാക്ടറി. റഗ്ബി എന്തിനാണ് പ്രശസ്തം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. റഗ്ബി പ്രശസ്തമായത് ഇവിടുത്തെ ബോൾ കളിയിലാണ്. ഫുട്ബോൾ കളിയല്ല, ഓവൽ ഷേപ്പ് ബോൾ. അത് പരസ്പരം ഓടിക്കളിക്കുന്ന ഒരു കളിയാണിത്. ഒരു ടീമിൽ 15 പേർ. ഈ പന്തുമായി ഒരു ടീം ഓടും, മറ്റേ ടീം പിടിച്ച് എടുത്ത് ഓടണമായിരിക്കും. അതിൻ്റെ പോയിൻ്റുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത്. ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഇല്ല. റെയിൽവേ എല്ലാം മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇതാ ഒരു പശു വളർത്ത് കേന്ദ്രം. പശു നമ്മുടെ നാട്ടിലെ പശുവായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ഇതിന് വീട്ടിൽ കയറ്റുന്നുണ്ടോ ഇല്ലയോ, തൊഴുത്തുണ്ടോ ഇല്ലയോ, അതൊന്നും അറിയില്ല. എപ്പോഴും ഈ പറമ്പിൽ കാണാം. അത് രാത്രി 8 മണിയായാലും ഇവിടെ ഉണ്ട്. ഇതാ ഒരു ട്രെയിൻ പോകുന്നത് കണ്ടില്ലയോ? നല്ല ഭംഗിയാണ് ഈ പോകുന്ന ട്രെയിൻ. ഇവിടെ 8 മണിയായാലും ഇരുട്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ വീട് പണിയുന്നത് കണ്ടില്ലേ? ഇതുപോലെ വീട് പണിതിടും. ആവശ്യക്കാർക്ക് ചെല്ലാം, വില പറയാം, മേടിക്കാം. അതിനിവിടെ മോർട്ടേജറുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടോളൂ. വീടുകൾ ഇങ്ങനെ നിരന്ന് പണിത് കൂട്ടിയിട്ടുണ്ട്. വീടിന് എന്നിട്ടും ഇവിടെ ക്ഷാമമാണെന്നാണ് പറയപ്പെടുന്നത്. കൺസ്ട്രക്ഷൻ എല്ലാം നല്ല മെക്കാനിക്കലാണ്. മനുഷ്യ പ്രയത്നം വളരെ കുറവാണ്. ഇന്ന് എൻ്റെ നടപ്പ് റഗ്ബി സെൻറ്ററിലേക്കാണ്. സെൻട്രൽ എന്ന് പറയുമ്പോൾ ഹൃദയഭാഗം. അവിടെ ഒരു പള്ളി ഉണ്ട്, പുരാതനമായ പള്ളി. അങ്ങനെ പോകുമ്പോൾ ഇതാ വീണ്ടും ഒരു കോമൺവെൽത്ത് സെമിത്തേരി. ഞാൻ ഈ വേറൊരു സെമിത്തേരി ഇതിനു മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ റഗ്ബിയിൽ തന്നെ കോമൺവെൽത്ത് സെമിത്തേരി ഞാൻ 4 എണ്ണം കണ്ടു. എല്ലാത്തിലും ശവസംസ്കാരം നടത്തിയത് പഴയ സംസ്കാരങ്ങൾ കാണാൻ സാധിച്ചു. പുതിയ സംസ്കാരങ്ങൾ എവിടെയാണ് നടത്തുന്നതെന്ന് അറിയില്ല. ഇവരെല്ലാം യുദ്ധത്തിൽ മരിച്ചവരാണ്. അതെ, ബ്രിട്ടൻ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും ബ്രിട്ടനിൻ്റെ നഷ്ടം അത് വളരെ വലിയ നഷ്ടമായിരുന്നു. ബ്രിട്ടനിൽ ജനങ്ങൾ കുറഞ്ഞു പോയത് ഈ യുദ്ധമായതുകൊണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്ന് വിദേശത്തു നിന്ന് ആളുകൾ വന്നാണല്ലോ ബ്രിട്ടീഷുകാർ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നത്.
അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഒരു സാമാന്യ മര്യാദ നമ്മൾ നൽകുന്നില്ല അവർക്ക്. അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ അവർക്ക്. നമ്മളെല്ലാം പ്രത്യേകിച്ചും മലയാളികൾ സ്വാർത്ഥന്മാരല്ലേ. എവിടെ ചെന്നാലും നമ്മൾക്ക് വേണം ആദ്യം. ക്യൂ സിസ്റ്റം അവർ നിൽക്കില്ല, ഇടിച്ചു പൊളിച്ച് കയറും എവിടെയും. ഞാൻ റഗ്ബി സെൻറ്ററിലെത്തി. ഇവിടെ എത്തുമ്പോഴാണ് കുറച്ച് ആൾക്കാരെ കാണാൻ സാധിക്കുന്നത്. ഇതാ പഴയ കെട്ടിടങ്ങളുടെ ഭംഗി ഒന്ന് നോക്കൂ. ഇത്രയും ഭംഗിയുള്ള കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ആധുനിക കാലത്ത് പോലും പണിതിട്ടില്ല. ഇതാ ഞാൻ പറഞ്ഞ റഗ്ബി പള്ളി, പഴയ ചർച്ചാണ്. ഇത് തുറക്കുന്നുണ്ടോ ഇല്ലയോ സംശയമാണ്. ഞാൻ 2-3 പ്രാവശ്യം അവിടെ വാതിൽ ചെന്ന് നോക്കി, തുറന്ന ലക്ഷണമില്ല. ശനിയും ഞായറും കുർബാനയുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയാണോ സത്യമാണോ? എന്തായാലും പള്ളി തുറന്ന ലക്ഷണമില്ല. പക്ഷേ ഗേറ്റുകൾ തുറന്നിടും, അത് നടക്കുന്നില്ല എന്നുണ്ടായിരിക്കും. ഈ പള്ളിയുടെ ഉൾവശം ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഞായറാഴ്ച ഫ്രീ ആയണെങ്കിൽ ഇവിടത്തേക്ക് നടന്നു പോകും ഈ പള്ളിയുടെ ഉൾവശം ഒന്ന് കാണാൻ. അത്രയും മനോഹരമാണ് പുറഭാഗം. അതിൻ്റെ പണി നോക്കൂ, ഒരു പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. അന്ന് പണിതതുപോലെ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ നിൽപ്പ്. എന്നിട്ടും അതിൻ്റെ ഭംഗി എന്തോ ഒരു ഭംഗിയാണ്. ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറേണ്ടത് വീട്ടിലേക്ക്. പക്ഷേ 2.5 പൗണ്ട് അതെനിക്ക് താങ്ങാനാവില്ല. ഇവിടെ ഉണ്ടൊരു ക്ലോത്ത്. ഈ മൈതാനത്ത് 5 മണി വരെ വണ്ടികളിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടാവും. ഇതാണ് റഗ്ബി ബോൾ. ഇത് റഗ്ബി മ്യൂസിയമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയില്ല. ഇനി ഒരു ദിവസം കയറും. അന്നേരം അതിൻ്റെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ആ കാണുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. പക്ഷേ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ വരാറില്ല. ഇതാ റഗ്ബി സ്കൂൾ. എന്താ ഭംഗിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പഴയ രാജാവിൻ്റെ കൊട്ടാരം പോലെ ഇല്ലേ? അത്രയും ഭംഗിയുണ്ട് ഈ പുരാതന സ്കൂളിന്. ഈ സ്കൂൾ 1823 തുടങ്ങിയതാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ 1838 ഇപ്പോഴും ആ സ്കൂള് പെയിൻ്റ് അടിക്കാതെ തന്നെ എന്തോ ഒരു ഭംഗി. ആ കൊടികൾ എന്താ രസം. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ദേശീയ പതാക ഉയർത്തിയാൽ എന്താ കുഴപ്പം? കുട്ടികൾക്ക് ദേശീയഭക്തി ഉണ്ടാക്കാൻ അത് പ്രേരണ ആയില്ലേ? അത് സർക്കാർ ഒന്ന് ആലോചിക്കണം. എല്ലാ സ്കൂളിലും മുമ്പിലും 5-6 ദേശീയ പതാകകൾ ഉയർത്തി വെക്കട്ടെ. ഇപ്പോൾ നമുക്ക് ദേശീയ പതാക എവിടെ ഉയർത്താൻ അനുവാദമുണ്ടല്ലോ. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF.